മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മറിയത്തിന് അന്ന് 13 വയസ്സ്. അഹറോന്റെ വംശത്തിലും പൗരോഹിത്യ പാരമ്പര്യത്തിലും ജനിച്ച മറിയം ദാവീദ് രാജാവിൻ്റെ കുലത്തിലും വംശത്തിലും ജനിച്ച രാജകുമാരനാണ് വിശുദ്ധ യൗസേപ്പ്. അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അവർ ഒന്നിച്ച് സഹവസിക്കുന്നതിന് മുമ്പ് ഇതാ ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. മാലാഖ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. അവൾ ആകപ്പാടെ അസ്വസ്ഥയാകുന്നത് മാലാഖ കണ്ടു. അപ്പോൾ മാലാഖ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ എന്നെന്നും വാഴും. ഇത് കേട്ടപ്പോൾ മറിയം വീണ്ടും അസ്വസ്ഥയാകുകയാണ്. അവൾ മനസ്സിൽ ഉറച്ചു, ഈ സംശയ നിവാരണം കഴിഞ്ഞിട്ടേ മുന്നോട്ടുള്ളൂ എന്ന്. അവൾ മാലാഖായോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? അപ്പോൾ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേലെഴുന്നള്ളി വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അതുകൊണ്ട് നിന്നിൽ ജനിക്കുവാൻ പോകുന്ന ശിശു അത്യുന്നതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത്, വന്ധിയും വയോധികയുമായ എലിസബത്ത് ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്കിത് 3-ാം മാസമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവളുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്നതായ ആ വലിയ സംശയങ്ങളെല്ലാം ആ അവസാനത്തെ വാചകം കേട്ടതോടുകൂടി ഉരുകി ഇല്ലാതായി. അവളുടെ മുഖം പ്രസന്നമായി. പൂർണ്ണചന്ദ്രനെ പോലെ അവൾ പ്രകാശിച്ചു. കാരണം അവളുടെ സംശയം മുഴുവനും ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു വചനം മാലാഖ ഉച്ചരിച്ചതോടുകൂടി. എന്താണ് ആ വചനം? ഈ വചനം അവൾക്ക് എവിടെ നിന്ന് കിട്ടി? പ്രിയപ്പെട്ടവരെ, ആ വചനം അവളുടെ മാതാപിതാക്കൾ അന്നയും ജോവാക്യമും ചെറുപ്പം മുതലേ പറഞ്ഞു പഠിപ്പിച്ച വാചകമാണത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം സർവശക്തനാണ്. ആ വചനം തന്നെ മാലാഖ ഉച്ചരിച്ചത് കേട്ടപ്പോൾ മറിയത്തിൻ്റെ സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടു. അവൾ ഉടൻ തന്നെ ദൈവത്തിന് ആമേൻ പറയാൻ, ദൈവത്തിന് സമ്മതമേറ്റു പറയുവാൻ സന്നദ്ധയാകുകയാണ്. ആ നിമിഷം തന്നെ അവൾ അവിടെ മുട്ടുകുത്തിക്കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത്രയും വലിയ മഹത്തരമായ കാര്യം തൻ്റെ മേൽ ചെയ്യുവാൻ ദൈവം കൃപയായതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുകയാണ്. അതിനുശേഷം അവൾ മുട്ടുമേൽ തന്നെ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശിരസ് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ എന്ന്. പ്രിയരെ, ആ സുവർണ മുഹൂർത്തത്തിൽ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൾ ഗർഭവതിയായി. പ്രിയപ്പെട്ട സഹോദരരെ, ആ വചനം, അവൾ ഉച്ചരിച്ച ആ വചനം എത്രയോ മനോഹരമാണ്. ലൂക്കാസ് സുവിശേഷകൻ 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ അത് കുറിച്ചു വച്ചിട്ടുണ്ട്. ആ വചനം ലോകത്തിന് അനുഗ്രഹം കൊണ്ടുവന്ന വചനമാണ്. ലോകത്തിലേക്ക് രക്ഷകനെ കൊണ്ടുവന്ന വചനമാണത്. സ്വർഗവും ഭൂമിയും ഒന്നിച്ച് ആശ്ലേഷിച്ച നിമിഷത്തിൻ്റെ വചനമാണത്.
ആ വചനം അത്ര ഔന്നത്യമുള്ളതാണ്. സ്വർഗത്തോളം ഉയർത്തപ്പെട്ട വചനമാണത്. സ്വർഗം ഭേദിച്ച് ഭൂമിയിലേക്ക് പുത്രൻ തമ്പുരാൻ എഴുന്നള്ളി വരുവാൻ, ശിശുവായി ജനിക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും സുന്ദരമായ വചനമായിരുന്നു അത്. അത് കേട്ട മാത്രയിൽ ഇതാ സ്വർഗവും ഭൂമിയും മുഴുവനും സന്തോഷിച്ചു, ആനന്ദിച്ചു. അങ്ങനെ ആ മറിയത്തിൻ്റെ ആ വലിയ സന്തോഷത്തിൽ ലോകം മുഴുവനും സന്തോഷദായകമായി. യോസേപ്പ് പിതാവും ആ നിമിഷം തന്നെ മാലാഖയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് സമ്മതമേറ്റുപറഞ്ഞ് യേശുവിൻ്റെ വളർത്തുപിതാവായി തീർന്നു. അങ്ങനെ യോസേപ്പും മാതാവും മാതാപിതാക്കളായി ഉണ്ണീശോയ്ക്ക്. ആ ഉണ്ണീശോ ലോകത്തിലേക്ക് വന്നത് ലോകത്തിന് ഏറ്റവും അനുഗ്രഹം നൽകുവാനും രക്ഷ നൽകുവാനും ലോകത്തെ സ്നേഹിക്കുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഈ രണ്ടാം ഞായറാഴ്ച ദൈവ തിരുമുമ്പിലായിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇതാ ഈ ആഗമനകാലം നമുക്ക് തരുന്നതായ വലിയ സന്ദേശം, മാതാവ് തരുന്ന വലിയ സന്ദേശം ഇതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടമെന്നിൽ ഭവിക്കട്ടെ എന്ന വചനം നമ്മുടെ ഹൃദയഭിത്തികളിൽ നമുക്ക് ആലേഖനം ചെയ്യാം. അതാണ് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ ആരാധന. അതാണ് നമുക്ക് ദൈവത്തെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുവാനുള്ള വലിയ പ്രഖ്യാപനം. ദൈവത്തിൻ്റെ ദാസനും ദാസിയായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി കാതോർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. അത് അനുഗ്രഹങ്ങളുടെ മാരി ചൊരിയും നമ്മളുടെ മേൽ. രണ്ടാമത്തെ വചനം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രിയരെ, ഇത് നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട വചനമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം സർവശക്തനാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും ഏത് പ്രതിസന്ധികളിലും നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി പറയുവാനും വിശ്വസിക്കുവാനും സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ സാഫല്യം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ. നന്ദി.